ഡിസംബർ 7 വേദപാരംഗത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളവനും പ്രഗത്ഭ ഭരണാധികാരിയും നിയമപണ്ഡിതനുമായ വിശുദ്ധ അംബ്രോസിന്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹം 340 ഗോൾ എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചത്. ഗോൾ എന്ന പ്രദേശം ആധുനിക ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും സ്പെയിനിന്റെയും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രദേശമാണ് ചരിത്രത്തിൽ ഗോൾ എന്നറിയപ്പെടുന്ന സ്ഥലം. അതിന്റെ ഭരണാധികാരി അന്ന് അംബ്രോസ് ദി സീനിയർ, നാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന അംബ്രോസ് ദി ജൂനിയറിന്റെ പിതാവായിരുന്നു. പ്രീഫെക്ട് എന്നായിരുന്നു ആ ഭരണാധികാരി അന്ന് അറിയപ്പെട്ടിരുന്നത്. അംബ്രോസ് അതിനാൽ തന്നെ ജനിച്ചു വളരാൻ ഇടവന്നത് എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെയും നടുവിൽ എല്ലാ സ്ഥാനമാനങ്ങളും കയ്യെത്താവുന്ന ദൂരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അംബ്രോസ് വളർന്നു വരാനിടവന്നത്. ഔദ്യോഗികമായിട്ട് അംബ്രോസ് ദി ജൂനിയർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിലാണ്. നിയമത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും കേസുകൾ വാദിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സാമർഥ്യവും പരിഗണിച്ചുകൊണ്ട് കൂടെ രാഷ്ട്രീയ അധികാരികൾ അദ്ദേഹത്തെ മിലാനിലെ ഗവർണറായിട്ട് നിയമിക്കുകയാണ്. അദ്ദേഹം ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പിറ്റേ കൊല്ലം തന്നെ മിലാനിലെ അതിരൂപത മേലധ്യക്ഷനായിരുന്ന മെത്രാപ്പോലിത്ത ദിവംഗതനാകുന്നു. മിലാൻ അതിരൂപതയിൽ അന്ന് ആര്യൻ പാഷാണ്ഡത വളരെ ശക്തിയാർജിച്ചിരുന്നതുകൊണ്ട് കത്തോലിക്ക വിശ്വാസികൾക്ക് ഒരു ഭീഷണി എന്ന നിലയിൽ പാഷാണ്ഡത വളർന്നുകൊണ്ടിരുന്നു. അന്നേ വരെ കത്തോലിക്കൻ അല്ലായിരുന്ന ഗവർണർ അംബ്രോസ് നിയമപാണ്ഡിത്യവും വാക്ചാതുര്യവും നലം തിരിഞ്ഞ ഒരു വാഗ്മിയും കൂടി ആയിരുന്നതുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ വളരെ സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒരു വ്യക്തിയായിരുന്നു. മെത്രാപ്പോലിത്ത മരിച്ച് ആ അവസരത്തിൽ ഒഴിവിലേക്കായി തിരഞ്ഞെടുക്കേണ്ട മെത്രാനെ സംബന്ധിച്ച് വിവാദമുയർന്നു നാട്ടിൽ. ആ വിവാദം കെട്ടടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ഒരു കുട്ടി പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ്, അംബ്രോസ് തന്നെ ഞങ്ങളുടെ മെത്രാൻ, ഞങ്ങൾക്ക് അംബ്രോസിനെ തരണം. കുട്ടി നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് വരികിലും സഭാധികാരികൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് അതിനെ നോക്കിക്കാണേണ്ട വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മിലാനിലെ മെത്രാനായിട്ട് അംബ്രോസിനെ തിരഞ്ഞെടുക്കുകയാണ്. അത്യപൂർവമായിട്ടുള്ള സംഭവമായിട്ടാണ് ഇത് എണ്ണപ്പെടുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അധികാരിയായിരിക്കുന്ന ഗവർണർ ആ സ്ഥലത്തെ തന്നെ സഭയുടെ അധിപനായിട്ട് മെത്രാനായിട്ട് മെത്രാപ്പോലിത്തയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക, ഇത്തരം അത്യപൂർവമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംബ്രോസ് അങ്ങനെ 374 ഡിസംബർ 7 ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയും തുടർന്ന് മെത്രാനായി അഭിഷേചിതനാകുകയും മെത്രാപ്പോലിത്തയായിട്ട് തീരുകയും ചെയ്യുന്നതാണ് നാം കാണുക. അംബ്രോസിന്റെ ഭരണകാലത്ത് ആരുടെയും മുഖം നോക്കാതെ വ്യക്തികളോട് പെരുമാറുന്നതിന് അംബ്രോസിന് സാധിച്ചിരുന്നു. രാഷ്ട്രീയ അധികാരികളുടെ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ശാസിക്കുകയും വേണ്ടി വന്നപ്പോൾ ശിക്ഷിക്കുക പോലും ചെയ്തതായിട്ട് നാം ചരിത്രത്തിൽ വായിക്കുന്നു. രാജ്യത്തിന്റെ അധികാരിയായ ചക്രവർത്തി കാര്യമായിട്ടുള്ളൊരു തെറ്റിൽ വീണപ്പോൾ അംബ്രോസ് മെത്രാപ്പോലിത്ത ഇങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്. ചക്രവർത്തി രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, എങ്കിലും കത്തോലിക്ക സഭയുടെ ഒരു അംഗമാണ്. കത്തോലിക്ക സഭയ്ക്ക് മേലല്ല ചക്രവർത്തി. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ ചക്രവർത്തിക്കും ബാധകമാണ്. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തതിനു ശേഷം മാത്രമേ ചക്രവർത്തിയെ ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് അംബ്രോസ് മെത്രാപ്പോലിത്ത സ്വീകരിച്ചുള്ളൂ എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുന്നത്. ഈ പാരമ്പര്യത്തിന്റെ ചുവട് പിടിച്ചും കൊണ്ടായിരിക്കാം പിന്നീട് ഹെൻറി 8 കാലത്ത് ഉണ്ടായ ആ വിവാദത്തിലും കത്തോലിക്ക സഭ ഉറച്ച നിലപാടെടുക്കാൻ ഇടവന്നതും ഹെൻറി 8 സഭയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതും അങ്ങനെ പ്രോട്ടസ്റ്റാന്റ്
ഒരു വിഭാഗം ആംഗ്ലിക്കൻ സഭ എന്ന രീതിയിൽ നിലവിൽ വരാൻ ഇടവന്നതും എന്നുള്ളത് ചരിത്രത്തിന്റെ ബാക്കിപത്രമായിട്ട് നാം കൂട്ടിച്ചേർത്ത് വായിക്കണം. അംബ്രോസ് മെത്രാപോലീത്തയുടെ പ്രാഗൽഭ്യവും നിയമപാണ്ഡിത്യവും വാക്ചാതുര്യവും പ്രസംഗപാഠവും വ്യക്തിപരമായിട്ടുള്ള ആധികാരികതയും കൊണ്ട് പാഷാണ്ഡതകളെ ഒക്കെ നിയന്ത്രിക്കുന്നതിനും വേണ്ട വിധത്തിൽ സഭാഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അംബ്രോസിനെ നിഷ്പ്രയാസം സാധിച്ചു എന്ന് തന്നെ പറയാം. മിലാൻ കത്തീഡ്രലിൽ അംബ്രോസ് മെത്രാപോലീത്ത തന്നെയാണ് കുർബാന അർപ്പിക്കുകയും ദൈവവചന പ്രഘോഷണം നടത്തുകയും ചെയ്തിരുന്നത് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ലോകപ്രസിദ്ധനായി തീർന്ന വിശുദ്ധ അഗസ്റ്റിൻ മാനസാന്തരത്തിന് വഴിതെളിയിക്കാൻ ഇടവന്നത് പോലും അംബ്രോസ് മെത്രാപോലീത്തയുടെ പ്രസംഗമായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ രാഷ്ട്രത്തിലും സഭയിലും ഒരുപോലെ തിളക്കമാർന്ന സംഭാവനകൾ നൽകാൻ സാധിച്ച അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ അംബ്രോസ്. അദ്ദേഹം 57 വർഷമേ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ എന്ന് വരികിലും കേവലം 57 വർഷം കൊണ്ട് ഒരു യുഗപുരുഷനായിട്ട് അദ്ദേഹം അനുസ്മരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ മിലാനിൽ ഇന്ന് ഒരു അംബ്രോസിയൻ റീത്ത് തന്നെ നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ പേരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള അംബ്രോസിയൻ ചാൻഡ് എന്ന പേരിലെ സഭയുടെ ക്ലാസിക്കൽ ഒരു സംഗീത ശാഖ തന്നെ ഇന്ന് നിലവിലുണ്ട്. ഗ്രിഗോറിയൻ ചാൻഡ് എന്ന് പറയുന്ന ക്ലാസിക്കൽ സംഗീത ശാഖ പോലെ തന്നെ മറ്റൊരു സംഗീത ശാസ്ത്ര ശാഖയാണ് അംബ്രോസിയൻ ചാൻഡ്. എന്ന് തന്നെയല്ല, അംബ്രോസിന്റെ പേരിൽ എന്തുമാത്രം പ്രസ്ഥാനങ്ങളും എന്തുമാത്രം പ്രവർത്തനങ്ങളുമാണ് ലോകത്തിൽ പലയിടത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അംബ്രോസ് എന്ന വ്യക്തിയുടെ പ്രാധാന്യവും പ്രസക്തിയും കൂടുതൽ തെളിവായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അംബ്രോസ് അങ്ങനെ സഭയ്ക്കും രാഷ്ട്രത്തിനും അതുല്യമായ സേവനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വിശുദ്ധിയുടെ പരിമളം വിരിയിച്ചെടുക്കാൻ സാധിച്ച അപൂർവം ചില വ്യക്തികളിൽ പെട്ട ഒരു വിശുദ്ധനാണ് ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അംബ്രോസ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.